ജർമ്മനിയിൽ പറഞ്ഞാൽ നേഴ്സുമാർക്ക് അവർ കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. ആക്ച്വലി ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് വന്നതാണ്. അപ്പം എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ OET ഫോക്കസ് ചെയ്ത് പോകാമെന്നായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് അലീന എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അപ്പം അവളാണ് എന്നോട് പറഞ്ഞത് OET എല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. സോ നമുക്ക് ജർമ്മൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാകും. ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഏവൺ പഠിച്ചത്. പിന്നെ അവരും അത്രയ്ക്ക് നമ്മളെ ഇതാക്കണം അങ്ങനെ ആ ഒരു രീതിയിൽ അവൻ പോയില്ല. പിന്നെ തൊട്ടാണ് ഞാൻ ILT വന്നത്. ഇവിടുത്തെ ട്രെയിനേഴ്സാണ് കുറച്ചും കൂടി ട്രെയിനിങ് ഒക്കെ തന്ന് ഗ്രാമാറ്റിക് പോർഷൻസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇപ്പോൾ ഓക്കെ B2 ആണിപ്പോൾ. ഇപ്പം അത്യാവശ്യം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ജർമ്മനിൽ. ശരിക്കും ഞങ്ങൾ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാൽ, കാരണം ഞങ്ങൾ പോയ ടൈമിലാണെങ്കിലും ഒരുപാട് ജർമ്മനി പിള്ളേരായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാരായിട്ട് കമ്പനി. പക്ഷേ റിസൾട്ട് വന്നപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചപ്പം അവർക്ക് ആർക്കും കിട്ടിയില്ല, ഞങ്ങൾക്ക് 3 പേർക്കേ കിട്ടിയുള്ളൂ എന്നാ. കുറേ ആൾക്കാർ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നഴ്സിംഗ് പാടാണ്, നീ എന്തിനാണ് നഴ്സിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ അത് പാടാണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ പാടായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളിപ്പോൾ ഒന്നും ചെയ്യാണ്ടെന്ന് എല്ലാം സിമ്പിളാണെന്ന് മൈൻഡിലിരുന്നാൽ നമുക്കെല്ലാം സിമ്പിളായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഹാർഡ്ഷിപ്പ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമുക്ക് ലൈഫിൽ എന്തെങ്കിലും റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ശരിക്കും സ്റ്റഡിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ILTയിൽ. സെലിബ്രേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം നമുക്ക് ഹാപ്പിനെസ് ഉണ്ട്, അവിടെ ഹാപ്പിനെസ് ഉണ്ട്, അതേപോലെ നല്ല ഫ്രണ്ട്സിനെ കിട്ടും, നല്ല ട്രെയിനേഴ്സും ഉണ്ട്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും.